ഗുഡ് മോർണിംഗ്. ഡിറ്റർമിനന്റ് ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ കവർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. പ്രോബ്ലംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഫുൾ മാർക്ക് നേടാം. ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ ഡിറ്റർമിനന്റ്, ഫോക്കസ് ഏരിയ, 4.2 ഡിറ്റർമിനന്റ്, 4.5 minors and cofactors, 4.6 adjoint and inverse of a matrix, 4.7 application of determinants and matrices. ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1. സ്ക്വയർ മെട്രിക്സിനാണ് ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Order of matrix is 1 means it is of order 1 by 1. അപ്പോൾ 1 by 1 മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? സപ്പോസ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ആണ് ഈ മെട്രിക്സിൻ്റെ അകത്ത് ഇരിക്കുന്നത്. 1 by 1 മെട്രിക്സ് ആണ്. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ. ആ മെട്രിക്സിൻ്റെ അകത്ത് എന്താണോ ഇരിക്കുന്നത്, ഏത് എലമെൻ്റ് ആണോ ഇരിക്കുന്നത്, ആ എലമെൻ്റ് ആണ് ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ. For example, if A is equal to matrix 5, determinant of A is equal to 5. If A is equal to matrix minus 9, then determinant of A is equal to minus 9. ഈ മെട്രിക്സിൻ്റെ അകത്ത് 5 ആണെങ്കിൽ ഡിറ്റർമിനന്റ് 5 വരും. മെട്രിക്സിൻ്റെ അകത്ത് -9 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A is equal to -9. Now second one, determinant of matrix of order 2. Now consider a matrix of order 2. ഇതിൻ്റെ ജനറൽ ഫോം ഒരു 2x2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം A11, A12, A21, A22. ഈ A11 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമിൽ വരുന്ന എലമെൻറ്റ്. A12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെൻറ്റാണ്. അങ്ങനെയാണ് എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്നത്. A11, A12, A21, A22. ഡിറ്റർമിനന്റ് ഓഫ് A is equal to, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇതാണ്. A11ഉം A22 മൾട്ടിപ്ലൈ ചെയ്യണം. ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. A11 ഇൻറ്റു A22, പിന്നെ മൈനസ് ആണ് ഇടേണ്ടത്. A21 ഇൻറ്റു A12, A21 ഇൻറ്റു A12. സോ ഡിറ്റർമിനന്റ് ഓഫ് A is equal to A11 A22 മൈനസ് A21 A12. Let A is equal to matrix 2, 3, 1, 4. Then determinant of A 2 into 4 ചെയ്യണം. ഈ രണ്ട് എലമെൻറ്റ്സിന് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 4 മൈനസ് ഈ രണ്ടെണ്ണത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 3. That is 8 minus 3 equal to 5. Now second problem, find the value of x if determinant 2, 4, 5, 1 equal to determinant 2x, 4, 6x. ഈ ടൈപ്പ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡിറ്റർമിനൻറ്റ് രണ്ട് സൈഡിലിരിക്കുന്ന ഡിറ്റർമിനൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 2 into 1 മൈനസ് 5 into 4 ഈക്വൽ ടു 2x into x മൈനസ് 6 into 4. That is 2 into 1 is 2 minus 5 into 4 is 20 equal to 2x into x. X into x is x square. So 2x square minus 6 into 4 is 24. Now 2 minus 20 is minus 18. So minus 18 equal to 2x square minus 24. ഇനി നമ്മൾ ഈ മൈനസ് 24നെ LHSലേക്ക് എടുക്കണം. മൈനസ് 18 പ്ലസ് 24 ഈക്വൽ ടു 2x സ്ക്വയർ. നൗ 24 മൈനസ് 18 ഈക്വൽ ടു 6. 6 equal to 2x square. So x square equal to, dividing both side by 2, we get x square equal to 6 by 2, which is 3. X square is equal to 3. So x is equal to plus or minus root 3. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും, പ്ലസ് ഓർ മൈനസ് കിട്ടും. x is equal to plus or minus root 3. So values of x are plus or minus root 3. xന് രണ്ട് വാല്യൂസ് ഉണ്ടാകും, root 3 and minus root 3. Now determinant of order 3. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ 3 ആയിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 6 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. വി ക്യാൻ എക്സ്പാൻഡ് അലോങ് ഫസ്റ്റ് റോ ഓർ സെക്കൻഡ് റോ ഓർ തേർഡ് റോ.
അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കോളം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന മെത്തഡാണ്. ലെറ്റ് എ ഈക്വൽ ടു മെട്രിക്സ് -1 2 4 1 1 3 3 2 3. ഫൈൻഡ് ഡിറ്റർമിനന്റ് E. We have to find the determinant E. Determinant A is equal to determinant -1 2 4 1 1 3 3 2 3. Now this is equal to -1. ഫസ്റ്റ് റോ വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് എഴുതാം -1. ദെൻ എലിമിനേറ്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഈ -1 ഇരിക്കുന്ന റോവിനെയും കോളമിനെയും ഒഴിവാക്കണം. ഡിറ്റർമിനന്റ് 1 3 2 3. ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് എഴുതണം. ഡിറ്റർമിനന്റ് 1 3 2 3. സെക്കൻഡ് എലമെന്റ് മൈനസ് ആണ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് 2 എഴുതണം. അവിടെ സെക്കൻഡ് ടേം എപ്പോഴും നെഗറ്റീവ് ആണ്. ആദ്യത്തെ ടേം പോസിറ്റീവ്, സെക്കൻഡ് ടേം നെഗറ്റീവ്, തേർഡ് ടേം പോസിറ്റീവ് ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് ഇവിടെ എഴുതാം. ദെൻ എലിമിനേറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഡിറ്റർമിനന്റ് 1 3 3 3. Third term is positive plus 4 into eliminate first row third column determinant 1 1 3 2. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് ടേംസ് വരുന്നത്, നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടേംസ് വരുന്നത് പ്ലസ് മൈനസ് പ്ലസ്. പിന്നെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എഴുതണം. ആ എലമെന്റ് ഇരിക്കുന്ന റോവിനെയും കോളമിനെയും ഒഴിവാക്കിയിട്ട് റിമൈനിങ് ഡിറ്റർമിനന്റ് എഴുതണം. ഡിറ്റർമിനന്റ് 1 3 2 3. ഇതുപോലെ 3 ടേംസ് എഴുതുക. നൗ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇതിൻ്റെ വാല്യൂ, ഈ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 1 into 3 is 3 minus 2 into 3 is 6. Then minus 2, 1 into 3 is 3 minus 3 into 3 is 9 plus 4, 1 into 2 is 2 minus 3 into 1 is 3. Now this is equal to minus of 3 minus 6 is minus 3, minus 2 into 3 minus 9 is minus 6, plus 4 into 2 minus 3 is minus 1. Minus into minus is plus, minus into minus 3 is 3, minus 2 into minus 6 is plus 12, 4 into minus 1 is minus 4. So 3 minus 4 is minus 1, 12 minus 1 is 11. So answer is 11. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈനസ് കോഫാക്ടേഴ്സ് അഡ്ജോയിൻറ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ നമ്മൾ മൈനസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ കോഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റൂ. കോഫാക്ടേഴ്സ് അറിഞ്ഞാൽ മാത്രമേ അഡ്ജോയിൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഡ്ജോയിൻറ്റും കൂടി കണ്ടുപിടിക്കാൻ പഠിച്ചാൽ മാത്രമേ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം മൈനസ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ നോക്കാം. മൈനർ. കൺസിഡർ ഡിറ്റർമിനന്റ് 1 5 7 minus 3. ഒരു മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്നത് A11 A12 A21 A22 ഇതുപോലെയാണ്. ഒരു 2x2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം. ഫസ്റ്റ് എലമെൻറ്റ് A11, സെക്കൻഡ് എലമെൻറ്റ് A12. ഈ 12 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളമിലെ എലമെൻറ്റ്, A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളമിലെ എലമെൻറ്റ്. അതുപോലെയാണ് എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്നത്. ഈ മൈനസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് MIJ ആണ്. MIJ AIJ എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ മൈനറിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് MIJ. അത് MIJ is obtained by, MIJ is the determinant obtained by eliminating ith row jth column. AIJ എന്ന് പറഞ്ഞ എലമെൻ്റ് ഇരിക്കുന്ന റോവിനെയും കോളമിനെയും ഒഴിവാക്കണം. ith row jth column ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അതായത് M11 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഒബ്റ്റെയിൻഡ് ബൈ എലിമിനേറ്റിംഗ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഓക്കെ, M11 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോവിനെയും ഫസ്റ്റ് കോളമിനെയും ഒഴിവാക്കണം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കണം. ഡിറ്റർമിനന്റ് ഓഫ് -3. M11 ഈക്വൽ ടു ഡിറ്റർമിനന്റ് -3 വിച്ച് ഇസ് ഈക്വൽ ടു -3. M12 ഈക്വൽ ടു ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കണം. ഡിറ്റർമിനന്റ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 7. M21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കണം. ഡിറ്റർമിനന്റ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 5. M22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കുക. ഡിറ്റർമിനന്റ് 1 ഇസ് ഈക്വൽ ടു 1. So M11 is -3, M12 is 7, M21 is 5, M22 is 1. Now second example, consider determinant 2 3 4 7.
2 3 4 7. M11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കണം, ബാക്കി വരുന്ന എലമെന്റ് 7 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് 7 ആണ്, അത് 7 തന്നെ വരും. M12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കണം, 4. M12 ഈക്വൽ ടു 4. M21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കണം, 3. ആൻസർ ഇസ് 3. M22 സെക്കൻഡ് റോവിനെയും സെക്കൻഡ് കോളമിനെയും ഒഴിവാക്കണം, ആൻസർ ഇസ് 2. M22 ഇസ് 2. ഇങ്ങനെയാണ് മൈനസ് കണ്ടുപിടിക്കുന്നത്. വളരെ ഈസിയാണ്. ഡിറ്റർമിനന്റ് 1 0 -1 9. വാട്ട് ഇസ് M11? M11 ഇസ് 9. M12 is -1. M21 is 0. M22 is 1. Now cofactors. ഇപ്പോൾ മൈനസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. കോഫാക്ടേഴ്സ് ആർ ഡിനോട്ടഡ് ബൈ AIJ. AIJ എന്ന് പറഞ്ഞ എലമെന്റിന്റെ കോഫാക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ AIJ, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് -1 raised to I plus j MIJ. അതായത് -1 raised to I plus j വരണം. ഇപ്പോൾ I plus j ഈവൻ നമ്പർ ആണെങ്കിൽ AIJ ഈക്വൽ ടു MIJ കിട്ടും. when I plus j is even, I plus j is even number, AIJ equal to MIJ. AIJ equal to minus MIJ when I plus j is odd number. I plus j odd number ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു മൈനസ് വരും. കാരണം -1 raised to 1, -1 raised to 3, -1 raised to 5 അതെല്ലാം -1 ആണ് കിട്ടല്. -1 raised to 2 എടുക്കുമ്പോൾ -1 into -1 പോസിറ്റീവ് വരും. I plus j ഈവൻ ആയാൽ AIJ equal to MIJ കിട്ടും. I plus j ഓഡ് നമ്പർ ആയിക്കഴിഞ്ഞാൽ AIJ equal to -MIJ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഡെഫിനിഷൻ ഇതുപോലെ ഓർക്കണം എന്നില്ല. പ്ലസ് എപ്പോഴാണ് വരുന്നത്, മൈനസ് എപ്പോഴാണ് വരുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ A11 M11 ആണ്. കാരണം 1 + 1 2 ഈവൻ നമ്പറാണ്. പക്ഷെ A12 കണ്ടുപിടിക്കുന്ന സമയത്ത് A12 is -M12. കാരണം 1 + 2 3 ഓഡ് നമ്പറാണ്. A23 വരുന്നത് -M23 ആണ്. A33 വരുന്നത് M33 ആണ്. കാരണം ഇവിടെ 2 + 3 5 ഓഡ് നമ്പർ, അപ്പോൾ നെഗറ്റീവ് വരും. 3 + 3 6 ആണ്, ഈവൻ നമ്പറാണ്, അപ്പോൾ M33 തന്നെ വരും. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇഫ് ഡിറ്റർമിനന്റ് A is equal to ഡിറ്റർമിനന്റ് 1 - 3 5 7, ഫൈൻഡ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം മൈനസ് കണ്ടുപിടിക്കാം. മൈനസ് M11 എലിമിനേറ്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 7. M12 എലിമിനേറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 5. M21 എലിമിനേറ്റ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കണം, -3. M22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കണം, സോ എലമെന്റ് ഇസ് 1. അപ്പോൾ നമുക്ക് 4 മൈനസും കിട്ടി. ഇനി നമ്മൾ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. Cofactors A11 equal to M11. Okay, 1 + 1 is 2, even number, so M11 is 7. A12 equal to -M12. 1 + 2 is 3, odd number, so -M12, which is equal to M12 5 ആണ്, -5 എന്ന് കിട്ടും. A21 2 + 1 is 3, odd number, A21 is -M21. M21 is -3, so minus of -3, which is equal to 3. Minus into minus is plus, so we get +3. A22 2 + 2 is 4, even number, so M22 is 1. So cofactors are A11 is 7, A12 is -5, A21 is 3, A22 is 1. ഒരു പ്ലസ് മൈനസിന്റെ വ്യത്യാസം വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് I plus j ഈവൻ ആയി കഴിഞ്ഞാൽ AIJ is MIJ. I plus j ഓഡ് വന്നാൽ AIJ equal to -MIJ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനാണ്. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. Adjoint of a matrix is, adjoint of a matrix A is denoted by adjoint of A, which is equal to transpose of cofactor matrix. Transpose of cofactor matrix. ഇപ്പോൾ നമ്മളൊരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്.
Aij ആണ് കോഫാക്ടേഴ്സ്. അതായത് A11 A12 2/2 മെട്രിക്സ് ആണെങ്കിൽ A11 A12 A21 A22 ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ നമ്മൾ ആദ്യം മൈനേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതുപോലെ കോഫാക്ടർ മെട്രിക്സ് എഴുതണം. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിന്റ് കിട്ടും. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതണം. A11 A12 ഫസ്റ്റ് കോളമായിട്ട് വരും. A21 A22 അത് സെക്കൻഡ് കോളമായിട്ട് വരും. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ നമുക്ക് ഈ തന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൈനേഴ്സ് കണ്ടുപിടിക്കണം. M11 എലിമിനേറ്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1. M12 എലിമിനേറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം -5. M21 eliminate second row first column, so 3. M22 eliminate second row second column, element is 2. Now find cofactors. A11 is M11 1. A12 is minus M12, that is minus of -5, which is equal to 5. A21 is minus M21 -3. A22 is M22, which is equal to 2. So cofactor matrix എന്ന് പറയുമ്പോൾ A11 A12 A21 A22. ഇവിടെ 1 5 -3 2 എന്ന് വരും. അപ്പോൾ അഡ്ജോയിന്റ് കിട്ടുന്നത് എങ്ങനെയാണ്? അഡ്ജോയിന്റ് ഓഫ് എ ഇസ് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളമാക്കിയിട്ട് എഴുതണം, സെക്കൻഡ് റോവിനെ സെക്കൻഡ് കോളമാക്കിയിട്ട് എഴുതണം. ഇതാണ് ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിന്റ്. അപ്പം അഡ്ജോയിന്റ് ഇങ്ങനെയാണ്, വളരെ ഈസിയാണ്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കൊരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാം. ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് എ വെർ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 3 5 7. അപ്പോൾ നമ്മൾ ആദ്യം മൈനേഴ്സ് കണ്ടുപിടിക്കണം. മൈനസ് M11 ഈക്വൽ ടു 7. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വിട്ടിട്ട് ബാക്കി വരുന്ന എലമെന്റ് 7. M12 എലിമിനേറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 5. M21 ഫസ്റ്റ് റോ M21 eliminate second row first column, so element is 3. M22 eliminate second row second column 1. Now find cofactors. A11 is M11 7. A12 is minus of M12 -5. A21 minus M21 -3. A22 is 1. So cofactor matrix equal to cofactor matrix, which is A11 A12 A21 A22. 7 -5 -3 1. Then adjoint of A. Adjoint of A is transpose of cofactor matrix. ഇവിടുത്തെ ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതണം, സെക്കൻഡ് റോവിനെ സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതണം. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ടാണ്. എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു വൈ. എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു വൈ. ഇപ്പോൾ എക്സാമിൽ ചോദ്യം വരും, പ്രൂവ് ദാറ്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു വൈ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മൈനേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടർ മെട്രിക്സ് എഴുതണം. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് എ ഇൻറ്റു അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാം. അതിനുശേഷം ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് എ. അപ്പോൾ എ ഇൻറ്റു അഡ്ജോയിന്റ് എ നമുക്ക് ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കിട്ടും. ഇപ്പോൾ എ 2/2 മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഐ 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. എ 3/3 മെട്രിക്സ് ആണെങ്കിൽ ഐ 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1. 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1. A is equal to matrix 3 2 1 4. Show that A into adjoint A is equal to determinant A into I.
അപ്പോൾ നമുക്ക് ആദ്യം അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ ആദ്യം മൈനസ് കണ്ടുപിടിക്കാം, എന്നിട്ട് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. മൈനസ് കണ്ടുപിടിക്കാണ്ടും ഡയറക്റ്റ് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ആദ്യം മൈനസ് കണ്ടുപിടിക്കാൻ പോവാണ്. M11 is 4, M12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്യുക 1, M21 is 2, M22 is 3. Cofactors A11 is M11 4, A12 minus M12 minus 1, A21 is minus M21 minus 2, A22 is M22 3. So cofactor matrix is 4 minus 1 minus 2 3. അപ്പോൾ കിട്ടിയ എലമെൻസിൻ്റെ മെട്രിക്സ് ഫോമിൽ എഴുതണം. സോ അഡ്ജോയിൻറ്റ് ഓഫ് എ is transpose of cofactor matrix. So first column is 4 minus 1, second column minus 2 3. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A into adjoint of A. That's equal to matrix 3 2 1 4 into adjoint of A 4 minus 2 minus 1 3. Matrix multiplication ഉപയോഗിക്കണം. First row into first column 3 into 4 plus 2 into minus 1. Then first row second column 3 into minus 2 plus 2 into 3. Now take second row first column 1 into 4 plus 4 into minus 1. Now second row second column 1 into minus 2 plus 4 into 3. Now 3 into 4 is 12 plus 2 into minus 1 is minus 2. 12 minus 2. 3 into minus 2 is minus 6. 2 into 3 is 6. Second row 1 into 4 is 4. 4 into minus 1 is minus 4. 1 into minus 2 is minus 2. 4 into 3 is 12. Now this is equal to 12 minus 2 is 10. Minus 6 plus 6 is 0, 4 minus 4 0, minus 2 plus 12 is 10. Now this is equal to 10 into 1001. That is equal to 10 into I. Now we have to find determinant A. Determinant A കണ്ടുപിടിക്കാം. Determinant is 3 into 4. ഇങ്ങനെ cross multiply ചെയ്യണം. 3 into 4 is 12 minus 1 into 2 is 2. 12 minus 2 which is equal to 10. ഈ 10 into I നെ നമുക്ക് എങ്ങനെ എഴുതാം? Determinant A into I. Hence the proof. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷനാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇൻവേഴ്സ് ഓഫ് A ഇൻവേഴ്സ് is equal to 1 by determinant A into adjoint of A. A inverse is 1 by determinant A into adjoint of A. A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കണം, അതിനുശേഷം അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ മൈനസ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് എയും അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. If A is equal to matrix 3 1 5 4, find inverse of A. നമുക്ക് ആദ്യം ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കാം. 3 into 4 is 12 minus 5 into 1 is 5. 12 minus 5 is 7. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. അതിന് ഞാൻ ആദ്യം മൈനസ് കണ്ടുപിടിക്കുവാണ്. മൈനസ് M11 is 4, M12 eliminate first row second column 5, M21 eliminate second row first column 1, M22 is 3. Now find cofactors. Cofactors are A11 which is M11 4, A12 is minus 5, A21 is minus M21 minus 1, A22 is M22 3. So cofactor matrix is 4 minus 5 minus 1 3. So adjoint of A is equal to transpose of cofactor matrix 4 minus 5 minus 1 3. Now A inverse equal to 1 by determinant A into adjoint of A. 1 by determinant A into adjoint of A.
which is 1 by determinant is 7. So 1 by 7. Adjoint of A is 4 minus 1 minus 5, 3. So A inverse equal to 1 by 7 into matrix 4 minus 1 minus 5, 3. A equal to matrix 1, 1, 1, 0, 1, 3, 1 minus 2, 1. Find A inverse. We have A inverse equal to 1 by determinant A into adjoint of A. അപ്പോൾ നമ്മൾ ആദ്യം determinant A കണ്ടുപിടിക്കണം, അതിനുശേഷം adjoint of A കണ്ടുപിടിക്കണം. A is equal to matrix 1, 1, 1, 0, 1, 3, 1 minus 2, 1. Determinant A is equal to determinant 1, 1, 1, 0, 1, 3, 1 minus 2, 1. Which is equal to 1 into remaining determinant 1, 3 minus 2, 1. Second term is negative, minus 1 into eliminate first row second column determinant 0, 3, 1, 1 plus 1 into determinant 0, 1, 1 minus 2. That is equal to 1 into the determinant evaluate ചെയ്യണം. 1 into 1 is 1 minus 2 into 3 is minus 6. Minus 1 into 0 into 1 is 0, minus 1 into 3 is 3, plus 1 into 0 into minus 2, that is 0, minus 1 into 1 is 1. So this is equal to 1 into 1 minus minus 6, 1 plus 6, 7, minus 1 into 0 minus 3 is minus 3, minus into minus is plus, so plus 3, 0 minus 1 is minus 1, 1 into minus 1 is minus 1. Now 10 minus 1 which is equal to 9. So determinant A is equal to 9. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് adjoint of A. അതിന് നമ്മൾ ആദ്യം മൈനസ് കണ്ടുപിടിക്കാം. Minus M11. M11 is the determinant obtained by eliminating first row first column. Determinant 1, 3 minus 2, 1. 1 into 1 is 1. 1 minus 2 into 3 is minus 6. 1 plus 6 is 7. Now M12. M12 eliminate first row first. M12 equal to determinant obtained by eliminate first row second column. Determinant first row second column ഒഴിവാക്കണം. Determinant 0, 3, 1, 1. That is 0 minus 3 which is equal to minus 3. M13 equal to determinant obtained by eliminating first row third column. Determinant 0, 1, 1 minus 2. That is 0 minus 1 which is equal to minus 1. Now M21 eliminate second row first column. Determinant 1, 1 minus 2, 1. That is 1 minus minus 2, 1 plus 2 which is 3. M22 eliminate second row second column. Determinant 1, 1, 1, 1 which is equal to 1 minus 1 equal to 0. M23 eliminate second row third column. Determinant 1, 1, 1 minus 2 which is minus 2 minus 1 equal to minus 3. Now M31 eliminate third row first column. Determinant 1, 1, 1, 3 which is 3 minus 1 equal to 2. Next is M32 eliminate third row second column. Determinant 1, 1, 0, 3 which is 3 minus 0 equal to 3. M33 eliminate third row third column. Determinant 1, 1, 0, 1 is equal to 1 minus 0 equal to 1. Now cofactors. A11 is M11 which is equal to 7. A12 is minus M12 minus of minus 3 which is equal to 3. A13 is M13 which is minus 1. A21 is minus M21 minus 3. A22 is M22 0. A23 is minus M23 which is minus of minus 3 which is equal to 3. A31 is M31 2. A32 is minus M32 so minus 3. A33 equal to M33 which is equal to 1. So cofactor matrix is 7, 3, minus 1, minus 3, 0, 3, 2, minus 3, 1. അപ്പോൾ നമുക്കതിൽ cofactor matrix എഴുതാം. Therefore cofactor matrix equal to matrix first row is 7, 3, minus 1. Second row minus 3, 0, 3. Third row 2, minus 3, 1.
Now adjoint of A is equal to transpose of cofactor matrix. So first column is 7, 3, minus 1. Second column minus 3, 0, 3. Third column 2, minus 3, 1. Now A inverse equal to 1 by determinant A into adjoint of A. Determinant of A is 9. So 1 by 9 into adjoint of A. 7 minus 3, 2. 3, 0, minus 3, minus 1, 3, 1. Solve the system of linear equations using matrix method. 100% ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, ഒന്നെങ്കിൽ 2/2 മെട്രിക്സ് വരുന്ന ചോദ്യം വരാം, അല്ലെങ്കിൽ 3/3 മെട്രിക്സ് വരുന്ന ചോദ്യം വരാം. അതായത് 2 ഇക്വേഷൻ തന്നിട്ട് എക്സ് വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ഈ ടൈപ്പ് പ്രോബ്ലം വരാം, അല്ലെങ്കിൽ 3 ഇക്വേഷൻസ് തന്നിട്ട് എക്സ് വൈ സെറ്റിന്റെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് വരാം. അപ്പോൾ നമുക്ക് രണ്ടും ചെയ്ത് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. വേർ എ ഇസ് ദ കോയിഫിഷ്യന്റ് മെട്രിക്സ്. എ എന്ന് പറയുന്നത് എക്സ് വൈയുടെ കോയിഫിഷ്യൻസ് ചേർത്ത് എഴുതുന്ന മെട്രിക്സ് ആണ്. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യൻ 5, വൈയുടെ കോയിഫിഷ്യൻ 2, എക്സിന്റെ കോയിഫിഷ്യൻ 7, ഇവിടെ വൈയുടെ കോയിഫിഷ്യൻ 3. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഈ കോയിഫിഷ്യൻ്റ് എടുത്തിട്ട് എഴുതണം. അതാണ് കോയിഫിഷ്യൻ്റ് മെട്രിക്സ്, ഓഗ്മെന്റഡ് മെട്രിക്സ് 5, 2, 7, 3. ഇനി എക്സ് എന്ന് പറയുന്നത് അൺനോൺസ് ആണ്. ഇവിടെ 2 അൺനോൺസ് ആണ്, എക്സ് വൈ. എക്സ് ഇസ് മെട്രിക്സ് എക്സ് വൈ, ബി ഇസ് 4, 5. ഇവിടെ ഇരിക്കുന്ന ഈ കോൺസ്റ്റന്റ് ചേർത്തിട്ട് എഴുതുന്ന മെട്രിക്സ് ആണ് ബി, 4, 5. ഇതാണ് നമ്മുടെ 3 മെട്രിക്സസ് എ, എക്സ് ആൻഡ് ബി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സൊല്യൂഷനാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, അതിനുശേഷം എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്യണം. നൗ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 5, 2, 7, 3. എ ഇസ് 5, 2, 7, 3. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ, മെട്രിക്സ് എക്സ് വൈ. ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് 4, 5. Given system is of the form Ax equal to B, so this implies x is equal to A inverse into B. അപ്പോൾ നമ്മൾ ആദ്യം A inverse കണ്ടുപിടിക്കാം. A inverse is 1 by determinant A into adjoint of A. So first we have to find the determinant A. 5 into 3 is 15, 7 into 2 is 14. 15 minus 14 is 1. ഇനി നമ്മൾ adjoint of A കണ്ടുപിടിക്കണം. അതിനാദ്യം മൈനസ് കണ്ടുപിടിക്കാം. M11 element first row first column 3. M12 element first row second column 7. M21 element second row first column, answer is 2. M22 second row second column ഒഴിവാക്കണം 5. ഇനി cofactors are A11 which is M11 3. A12 is minus M12 minus 7. A21 minus M21 minus 2. A22 which is M22 5. Cofactor matrix equal to 3 minus 7 minus 2 5. So adjoint of A is equal to, adjoint of A is transpose of cofactor matrix 3 minus 7 minus 2 5. First row ne first column ആക്കിയിട്ട് എഴുതണം, second row ne second column ആക്കിയിട്ട് എഴുതണം. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് ഇസ് 1 by determinant A into adjoint of E. Determinant A is 1, so 1 by 1 into matrix 3 minus 2 minus 7 5. That is equal to matrix 3 minus 2 minus 7 5. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. So x is equal to A inverse into B, that is matrix 3 minus 2 minus 7 5 into B. B is matrix 4 5. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആണ്, B എന്ന് പറയുന്നത് 2/1 മെട്രിക്സ് ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 2/1 മെട്രിക്സ് ആണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 into 4 plus minus 2 into 5. Then second row into first column minus 7 into 4 plus 5 into 5. That is equal to 12 minus 10 minus 28 plus 25.
12 minus 10 is 2, minus 28 plus 25 is minus 3. So x is equal to 2, y is equal to minus 3. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത് x is equal to 2, y is equal to minus 3 ആണ്. ഇത് കറക്റ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ x ഉള്ള സ്ഥലത്ത് 2ഉം y ഉള്ള സ്ഥലത്ത് minus 3ഉം കൊടുത്തു നോക്കാം. 5 into 2 plus 2 into minus 3. 5 into 2 is 10. 2 into minus 3 is minus 6. 10 minus 6 is 4. ഈ ആൻസർ നമുക്ക് കിട്ടി. So our answer is correct. X equal to 2, y is equal to minus 3. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ്. 3 ഇക്വേഷൻസ് തന്നിട്ട് എക്സ് വൈ സെറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്രോബ്ലം നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കോയിഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതാം. കോയിഫിഷ്യൻ്റ് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റിൻ്റെ കോയിഫിഷ്യൻ്റ് ശ്രദ്ധയോടെ എഴുതണം. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, വൈയുടെ കോയിഫിഷ്യൻ്റ് -1 ആണ്. ഇവിടെ -1, സെറ്റിൻ്റെ കോയിഫിഷ്യൻ്റ് 1, then 2, 1, -3, 1, 1, 1. X is equal to matrix X, Y, Z and B is equal to 4, 0, 2. 4, 0, 2. And we have X is equal to A inverse into B. അപ്പോൾ നമ്മൾ A inverse കണ്ടുപിടിക്കണം. അതിനുശേഷം A inverse into B ചെയ്യണം. We have A is equal to matrix 1, -1, 1, 2, 1, -3, 1, 1, 1. ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് is 1 into 1. Determinant is 1 into remaining determinant. Eliminate first row, first column. Remaining determinant is 1, -3, 1, 1. Second term is negative. Minus of -1. Eliminate first row, second column. Determinant 2, -3, 1, 1. Plus 1 into eliminate first row, third column. Determinant 2, 1, 1, 1. That is equal to 1 into 1 minus -3. Okay, 1 into 1 is 1, minus 1 into -3 is -3. Minus into minus is plus, plus 1 into plus 1 into 2 into 1 is 2, minus 1 into -3 is -3. Plus 1 into 2 into 1 is 2, minus 1 into 1 is 1. So this is equal to 1 plus 3, which is 4. 1 into 2 plus 3 is 5. 1 into 5 is 5. Plus 1 into 2 minus 1 is 1. 1 into 1 is 1. So 4 plus 5 plus 1, which is equal to 10. So determinant A is equal to 10. Determinant A not equal to 0. So the system has a solution. So the system is consistent system. A system which has solution is said to be consistent. So this system is a consistent system. Now we have to find adjoint of A. A is equal to matrix 1, -1, 1, 2, 1, -3, 1, 1, 1. അപ്പോൾ നമുക്ക് ആദ്യം മൈനസ് കണ്ടുപിടിക്കാം. മൈനസ് M11, M11 equal to determinant obtained by eliminating first row, first column. Determinant 1, -3, 1, 1, which is equal to 1 minus -3, 1 plus 3, 4. M12, eliminate first row, second column. Determinant 2, -3, 1, 1. First row, second column ഒഴിവാക്കണം. So determinant 2, -3, 1, 1. 2 into 1 is 2, minus 1 into -3 is -3. 2 plus 3 is 5. M13, eliminate first row, third column. Determinant 2, 1, 1, 1, which is equal to 2 minus 1 equal to 1. M21, eliminate second row, first column. Determinant -1, 1, 1, 1. Minus 1 into 1 is -1. Minus 1 into 1 is 1. Minus 1 minus 1 is -2. M22, determinant, eliminate second row, second column. Determinant 1, 1, 1, 1, which is equal to 1 minus 1, 0. M23, eliminate second row, third column. Determinant 1 minus 1, 1, 1. That is 1 minus -1, which is 1 plus 1, 2. Now M31, determinant obtained by eliminating third row, first column. Determinant -1, 1, 1, -3. Minus 1 into -3 is 3. Minus 1 into 1 is 1. 3 minus 1, which is equal to 2. M32,
Eliminate third row, second column, determinant 1, 1, 2, minus 3. 1 into minus 3 is minus 3, minus 2 which is equal to minus 5. M32, M33 equal to determinant. Eliminate third row, third column, 1, minus 1, 2, 1 which is equal to 1, minus, minus 2, 1 plus 2, 3. So cofactors are A11, M11 which is equal to 4. A12 is minus M12 that is minus 5. A13 is M13 which is equal to 1. A21 is minus M21 minus minus 2 which is equal to 2. A22 is M22 which is equal to 0. A23 is minus M23 minus 2. A31 equal to M31 which is 2. A32 equal to minus M32 minus of minus 5 equal to 5. A33 equal to M33 which is equal to 3. Therefore cofactor matrix equal to cofactor matrix equal to first row 4 minus 5 1, second row 2 0 minus 2, third row 2 5 3. Now adjoint of A is transpose of cofactor matrix. Therefore adjoint of A is equal to, which is transpose of cofactor matrix, equal to matrix 4 2 2 minus 5 0 5 1 minus 2 3. Now A inverse equal to 1 by determinant A into adjoint of A. Determinant is 10, so 1 by 10, adjoint of A is 4 2 2 minus 5 0 5 1 minus 2 3. Now X is equal to A inverse into B, that is 1 by 10 matrix 4 2 2 minus 5 0 5 1 minus 2 3 into matrix B. Matrix B is 4 0 2. That's equal to 1 by 10. ഈ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ ഇൻറ്റു ദിസ് കോളം. 4 into 4 is 16. 2 into 0 is 0. 2 into 2 is 4. Now second row into this column. Minus 5 into 4 is minus 20. 0 into 0 is 0. 5 into 2 is 10. Now third row into first column, 1 into 4 is 4, minus 2 into 0 is 0, 3 into 2 is 6. So this is equal to 1 by 10 matrix. 16 plus 4 is 20, minus 20 plus 10 is minus 10, 4 plus 6 is 10. Now multiply each terms by 1 by 10 or divide all the terms by 10. 20 by 10 is 2, minus 10 by 10 is minus 1, 10 by 10 is 1. So solutions are X is equal to 2, Y is equal to minus 1 and Z is equal to 1. System has unique solution given by X equal to 2, Y equal to minus 1 and Z is equal to 1. Answer correct ആണോ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. X is equal to 2, Y equal to minus 1, Z is equal to 1. First equation substitute ചെയ്ത് കഴിഞ്ഞാൽ 2 minus minus 1 plus 1. X ലെ സ്ഥലത്ത് 2, Y ലെ സ്ഥലത്ത് minus 1, Z ലെ സ്ഥലത്ത് 1 കൊടുക്കാം. That is 2 plus 1 plus 1 which is equal to 4. ഈ 4 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ കറക്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, നമ്മളൊരു മനസ്സമാധാനത്തിന് വേണമെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സ് വൈ സെറ്റിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ഇക്വേഷൻസ്. എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. എ ഇൻവേഴ്സ് ഇസ് 1 ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഈ 3 ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഈ പ്രോബ്ലംസ് ചെയ്യേണ്ട മെത്തേഡ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കറക്റ്റായ ആൻസർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. Okay, thank you.